ഹായ് ഗൈസ്, ഇപ്പം ഞാൻ ജോലി സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഞാൻ മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് എനിക്ക് യൂട്യൂബ് സൈഡിൽ നിന്ന് ഒരു മെയിൽ വന്നത്. ഇന്നലെ ഓൾറെഡി ഈ സംഭവിച്ച് ഞാൻ ആകെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന സമയത്ത് വീണ്ടും ഈ മെയിൽ കണ്ടപ്പം പറയാണ്ടിരിക്കാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. യൂട്യൂബിൽ വന്നിട്ട് ഞാൻ നാളെ സ്കൂൾ ഷോപ്പിങ്ങിന് പോവുക എന്ന് പറഞ്ഞിട്ട് ഒരു 6000-8000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി അങ്ങ് ഇട്ടു. വീഡിയോൻ്റെ താഴെ നല്ല അന്തസ്സായി നെഗറ്റീവ് കമൻറ്റ് വന്നു. പല അമ്മമാരും ഇത് കണ്ടിട്ട് പല ഇൻഫ്ലുവൻസേഴ്സിനും കയറി മെസ്സേജ് അയച്ചു. അപ്പോൾ നമ്മൾ ആ വീഡിയോ എടുത്ത് നോക്കിയ സമയത്താണ് നമുക്ക് മനസ്സിലായത്, ഒരു കുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് വാങ്ങേണ്ട അത്ര സാധനമാണോ അമ്മയും കൂടെ വാങ്ങിയേ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ആ വീഡിയോ എടുത്തുകൊണ്ട് വിത്ത് റെസ്പെക്റ്റ് ഞാൻ സംസാരിച്ചു. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, 7 ലക്ഷം വ്യൂ കിട്ടി, നല്ല കമൻസ് വന്നു, നല്ല സബ്സ്ക്രൈബർ വന്നു, അത്യാവശ്യം നല്ല രീതിയിൽ പോയി. അപ്പോൾ അതാ വരുന്നടാ പ്രൈവസി വയലേഷൻ. ആദ്യം ഞാൻ ബ്ലർ ചെയ്തു, രണ്ടാമത് ഞാൻ ട്രിം ചെയ്തു, എന്നിട്ട് ഇവരെൻ്റെ വീഡിയോ റിമൂവ് ചെയ്തു, എന്നിട്ടും ഞാൻ വായടച്ചിരുന്നു. എന്നിട്ട് ഇന്ന് രാവിലെയും പ്രൈവസി വയലേഷൻ. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ കുന്തത്ത് കൊണ്ടുപോയി നിങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഏത് ടീനമോളാണെങ്കിലും എടുക്കാനും റിയാക്ട് ചെയ്യാനും ആ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും റൈറ്റ് ഉണ്ട്. നിങ്ങളെ ഹാം ചെയ്യാത്ത രീതിയിലാണോ ചെയ്യുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി. ഞാൻ ചെയ്ത വീഡിയോ വേഴ്സ് ആണെങ്കിൽ ഒരിക്കലും എൻ്റെ വീഡിയോൻ്റെ താഴെ എനിക്ക് ഇത്രയും കമൻസ് കിട്ടൂല. ഇത്രയും കമൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന അഭിപ്രായവുമായിട്ട് പലരും യോജിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു വീഡിയോ നമ്മൾ എടുത്ത് റിയാക്ട് ചെയ്യുമ്പം ഇത്രമാത്രം പൊള്ളേണ്ട ആവശ്യമില്ല. അങ്ങനെ പൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? മര്യാദയ്ക്ക് വീഡിയോ ചെയ്യണമായിരുന്നു, ഒരു ലിമിറ്റ് ചെയ്യണമായിരുന്നു. ക്രിട്ടിക്സ് ഏറ്റുവാങ്ങാൻ പഠിക്കണം. ഇപ്പം ചെറിയ പ്രായമാണ്, ഇനി വലുതായി നമ്മൾ വളർന്നിങ്ങനെ പന്തലിക്കുന്ന സമയത്ത് എല്ലാവരും നമ്മൾ അംഗീകരിക്കണം എന്നില്ല. എല്ലാവരും നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം തലയിൽ കയറ്റി വെക്കണം എന്നില്ല. ചിലർ അംഗീകരിക്കാം, ചിലർ നമ്മൾ ഒഴിവാക്കാം, ചിലർ നമ്മളെ താഴ്ത്തിക്കെട്ടാം, എന്തുണ്ടാവും. അപ്പോൾ അന്നേരമൊക്കെ കയറിയിട്ട് ഇങ്ങനെ രോഷാകുലകുലകുലകുലയായിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെ ആവശ്യമാണ്? ആദ്യം തന്നു ഞാൻ വിട്ടു, രണ്ടാമത് തന്നു ഞാൻ വിട്ടു, മൂന്നാമത് തന്നു വിട്ടു. ഇന്നലെ എൻ്റെ ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തു, 7 ലാക്ക് കിട്ടി, ഞാൻ എന്നിട്ടും ഒഴിവാക്കി. ഇന്ന് വീണ്ടും ഇട്ടേക്കുക. നാണല്ലേ, ഉളുപ്പില്ലേ? അപ്പം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്. അവിടെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നല്ല കമൻസും കിട്ടും, നെഗറ്റീവ് കമൻസും കിട്ടും. രണ്ടും സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം വീഡിയോ ചെയ്യുക. അല്ല ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ തുടങ്ങുക, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം വീഡിയോ ഇട്ട് കൊടുക്കുക. പിന്നെ വീഡിയോ ഇടുന്ന ആൾക്കാർക്ക് പുറമേയുള്ള സമൂഹത്തിനോട് ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം. എന്തെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും കാണിച്ചു കൊണ്ടിട്ട് റീച്ചും വ്യൂ ഉണ്ടാക്കിയിട്ട് കാര്യമല്ല, പ്രത്യേകിച്ച് കുട്ടികളുടെ കണ്ടൻറ് ഇടുന്ന സമയത്ത്. അപ്പോൾ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ വീഡിയോ ഇടുന്നത് കൂടുതലും കാണുന്ന വലിയ ആൾക്കാരാണ്. ചിലപ്പോൾ ഒരു വീഡിയോ കാണാം, അക്സെപ്റ്റ് ചെയ്യാം, അഭിപ്രായം പറയാൻ പോവാം. പക്ഷേ അങ്ങനെയല്ല, കുട്ടികളുടെ ചാനലാകുമ്പോൾ ആ വീഡിയോസ് ഏറ്റവും കൂടുതൽ കാണുക കുട്ടികൾ തന്നെയാണ്. അപ്പോൾ കുട്ടികളെ ഹാം ചെയ്യാണ്ട്, കുട്ടികളെ ഹേർട്ട് ചെയ്യാണ്ട്, അവരെ ഇൻസൾട്ട് ചെയ്യാണ്ട്, അല്ലെങ്കിൽ അതുപോലെ അവരിൽ ഓവർ താല്പര്യം കൊള്ളിക്കാണ്ട്, അല്ലെങ്കിൽ അവർക്കിത് കിട്ടിയില്ല എന്നൊരു ഇമോഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങളാവുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും അത് ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ച് വീഡിയോ ഇട്ടാൽ ഈ നിരത്തി പിടിച്ചിരുന്ന് പ്രൈവസി വയലേഷൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, ബൈ.